നമ്മുടെ ജീവിതകഥയിലെ നായകൻ നമ്മൾ തന്നെയാണ്. ഒരു ഇരയായി ജീവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യം വരാനായി കാത്തിരിക്കുകയാണ്. ഒരു നായകനായി ജീവിക്കുമ്പോൾ നിങ്ങൾ അവസരങ്ങളെ തേടിപ്പോവുകയും തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കുകയും ചെയ്യുന്നു. സ്വന്തം ഭാഗ്യം നിർമ്മിക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ സ്വയം എഴുതുക എന്നതാണ്. ഭാഗ്യം വരാൻ വൈകുന്നത് അത് വരാതിരിക്കുന്നതിന്റെ അടയാളമല്ല, മറിച്ച് അത് വലിയൊരു വിജയത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ്. ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കാലക്രമേണ കൂടിച്ചേർന്ന് വലിയ ഭാഗ്യമായി പൊട്ടിത്തെറിക്കുന്ന പോലെ വരും. ദിസ് വീഡിയോ ഈസ് പവേർഡ് ബൈ വെഡിമിക്സ്. ടോമിച്ചേട്ടാ, ഈ നൂറ്റാണ്ടിലെ ഒരു വലിയ ഹോളിവുഡ് സംവിധായകന്റെ കഥ പറഞ്ഞു തുടങ്ങാം. നമ്മൾ നിർത്തിയത് അവിടെയാണ്. പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ഭാഗ്യമില്ലാത്തവൻ എന്ന് വിചാരിച്ച് അങ്ങനെ ഒഴിവാക്കപ്പെട്ട ഒരു സംവിധായകൻ, അയാൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യമുള്ള സംവിധായകരിൽ ഒരാളായി മാറിയ ഈ നൂറ്റാണ്ടിന്റെ കഥയാണ്. റീസെന്റ് ആയിട്ടുള്ള കഥയാണ്. അദ്ദേഹത്തിന്റെ പേര് ഡാളസ് ജെങ്കിൻസ് എന്നാണ്. അദ്ദേഹത്തിന്റെ പേര്, ഈ സംവിധായകന്. അദ്ദേഹം പിന്നെ കുറച്ച് ഹോളിവുഡ് ചിത്രങ്ങളൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ആ സിനിമകളൊക്കെ വലിയ സൂപ്പർ ഹിറ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, ശ്രദ്ധേയമായ സിനിമകളൊക്കെ തന്നെയാണ് അദ്ദേഹം ചെയ്തത്. അദ്ദേഹത്തിന്റെ പിതാവ് ഈ ബിബ്ലിക്കൽ സീരീസ് ഒക്കെ സംവിധാനം ചെയ്യുന്ന ഒരാളാണ്. വെബ് സീരീസും അതുപോലെ ഷോർട്ട് ഫിലിംസും അത്തരം സിനിമകളൊക്കെയാണ് അദ്ദേഹം കൂടുതൽ ചെയ്തിട്ടുള്ളത്. അതിൽ പ്രശസ്തനാണ് അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് തന്നെ ബൈബിളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വായനയും ഒക്കെ നന്നായിട്ട് ഉള്ള ഒരു കുടുംബം കൂടിയാണ് ഈ ഡാളസ് ജെങ്കിൻസിന്റെ. അപ്പൊ ഈ സിനിമ ലാസ്റ്റ് അദ്ദേഹത്തിന് ഇറങ്ങിയ സിനിമ വലിയ തോതിൽ വലിയ പരാജയമായി മാറി. അപ്പൊ ഈ പരാജയമായി മാറിയതിനു ശേഷം അദ്ദേഹത്തിന് ആരും സിനിമ കൊടുക്കാനില്ല. പല പ്രോജക്റ്റുകൾ അദ്ദേഹം സബ്മിറ്റ് ചെയ്തെങ്കിലും ഒരു രക്ഷയില്ല. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം പിന്നെ രാവിലെ ഉണരുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇന്നലെ ബൈബിളിലെ ഒരു ഭാഗം സ്വപ്നം കണ്ടു. അപ്പോൾ അത് നാച്ചുറലി ബൈബിളിലെ ഏതെങ്കിലും ഒരു വാക്ക് സ്വപ്നം കാണുന്നത് സ്വാഭാവികമാണല്ലോ. ബൈബിൾ വായിച്ചു കിടന്നത് എന്തെങ്കിലും ആയിരിക്കാം. ഓക്കെ, അതങ്ങ് വിട്ടു. ഒരു 11:30 മണിയായപ്പം ഇദ്ദേഹം ഫേസ്ബുക്ക് തുറക്കുമ്പോൾ ആ ഫേസ്ബുക്കിൽ ഒരു ഫ്രണ്ട് അദ്ദേഹത്തിന് എഴുതിയ ഒരു മെസ്സേജ്, ആ മെസ്സേജിന്റെ കൂടെ ഈ ബൈബിൾ വാക്കും കൂടെ കോട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. ഈ ഭാര്യ പറഞ്ഞ അതേ ബൈബിൾ വാക്ക് കോട്ട് ചെയ്തിട്ട് വെച്ചിരിക്കുന്നു. അപ്പൊ ഇദ്ദേഹത്തിന് ഒരു കൗതുകമായി. ഈ പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇത്. അപ്പൊ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, ഇതെന്താണ് നീ ഇങ്ങനെ കോട്ട് ചെയ്യാൻ കാരണം? അല്ല, എനിക്ക് പെട്ടെന്ന് ഞാനിങ്ങനെ നിനക്ക് അയച്ചപ്പോൾ എൻ്റെ ഒരു ഉദാഹരണം നിനക്ക് അങ്ങനെ കോട്ട് ചെയ്യണം തോന്നി. നോക്കൂ, എൻ്റെ വൈഫും എന്നോട് ഈ കാര്യം രാത്രി സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടു എന്ന് പറഞ്ഞു. അപ്പൊ ഇദ്ദേഹത്തിന് അതൊരു അതിശയം പോലെ തോന്നിച്ചു. പരാജയത്തിന്റെ നടുവിൽ നിൽക്കുന്ന ഒരാളെന്നൊക്കെ ഒരു ഉണർവ് അദ്ദേഹത്തിന് തോന്നി. ഇനി മറ്റൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അദ്ദേഹം നേരെ ബൈബിൾ എടുത്തിട്ട് ആ ഭാഗം എടുത്ത് വായന തുടങ്ങിയിട്ട് മുന്നോട്ടുള്ള വായന പുറകോട്ടും വീണ്ടും മുന്നോട്ടുമായിട്ട് ദിവസങ്ങളെടുത്ത് ഒരു പുനർവായന. മുമ്പ് ഒത്തിരി തവണ വായിച്ച ബൈബിൾ പഴയ നിയമവും പുതിയ നിയമവും കണ്ടിന്യൂസ് ഒരു പഠിക്കുന്ന ഒരാളെ പോലെ വായിക്കാൻ തുടങ്ങി. ഈ വായനക്കിടയിൽ എപ്പോഴോ അദ്ദേഹത്തിന് ഒരു സാധ്യത, ഒരു ഭാഗ്യവാൻ എപ്പോഴും സാധ്യതയെ കാണും. അതാണ് ആ പോസിബിലിറ്റി തിങ്കിങ് ആണ്, സിസ്റ്റം തിങ്കിങ് ആണ്. ആ സാധ്യത പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് കയറി വന്നു. ക്രൈസ്റ്റിന്റെ ജീവിതം ഇതുവരെയും കാണാത്ത രീതിയിൽ എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ? അപ്പൊ ക്രൈസ്റ്റിന്റെ ജീവിതം വെച്ച് ഒത്തിരി പേര് പിന്നെ സിനിമ ചെയ്തിട്ടുണ്ട്. പാഷൻ ഓഫ് ക്രൈസ്റ്റ് ഉണ്ട്, ഇപ്പൊ മെൽ ഗിബ്സന്റെ സിനിമ വന്നിട്ടുണ്ട്, പുതിയത് വരാൻ പോകുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹം ഒന്ന് രണ്ട് ഫ്രണ്ട്സിനോട് സംസാരിച്ചു. ഒരു ഫ്രണ്ട് പറഞ്ഞു, അല്ല അതങ്ങനെ ചെയ്ത് നമുക്കൊരു വെബ് സീരീസിന്റെ കാര്യം ആലോചിക്കാം. സിനിമയുടെ കാര്യം ആലോചിച്ചിട്ട് പുള്ളി ഒരു ചെറിയൊരു റഫായിട്ടുള്ളൊരു ഞാൻ ഇതിന്റെ വേറിട്ടൊരു സിനിമയാണ് ചെയ്യാൻ പോകുന്നതെന്ന് ഹോളിവുഡിലുള്ള ഒരു കമ്പനിക്ക് അയച്ചു കൊടുത്തപ്പോൾ അവർ റിജക്ട് ചെയ്തു. നിങ്ങൾ അല്ലെങ്കിൽ തന്നെ നിങ്ങളുടെ സിനിമ സക്സസ് ആവുന്നില്ല. അപ്പോഴാണ് ക്രൈസ്റ്റിന്റെ ജീവിതം ചെയ്യുന്നത്. റിജക്ട് ചെയ്തപ്പം ഈ ഫ്രണ്ട് ഇയാളെ സപ്പോർട്ട് ചെയ്തിട്ട് പറഞ്ഞു അലൈൻ ചെയ്യാണ്. നേരത്തെ എപ്പോഴും സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, രണ്ടുപേരും കൂടെ ചേരുമ്പോൾ ഉണ്ടാവുന്ന എന്ന് പറഞ്ഞില്ല, ആ അലയൻസ് വന്നു. അപ്പൊ അദ്ദേഹം ഒരു ആശയം പറഞ്ഞു, നമുക്കിതൊരു വെബ് സീരീസ് ആക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ചെറിയ ഒരു സഹായം നിങ്ങൾക്ക് ചെയ്യാം. എൻ്റെ ഒരു ഫണ്ട് എടുത്തിട്ട് ഒരു എപ്പിസോഡ് നമുക്ക് ഷൂട്ട് ചെയ്യാം, എന്നിട്ട് നമുക്ക് കാണിക്കാം. അങ്ങനെ അദ്ദേഹം ഇതുവരെയും കാണാത്ത രീതിയിൽ ക്രൈസ്റ്റിന്റെ ജീവിതം അദ്ദേഹം ഷൂട്ട് ചെയ്തു. ഇതുവരെയും കാണാത്ത രീതിയിൽ ആർഭാടങ്ങളൊന്നും ഇല്ലാതെ, സാധാരണഗതിയിൽ കാണുന്ന പ്രദേശങ്ങളൊന്നും അല്ലാതെ ബാക്ക് ലൈറ്റിലൊക്കെ വർക്ക് ചെയ്ത് ബാലുമഹേന്ദ്രയുടെ ഒക്കെ ഷോട്ടുകൾ കാണുന്ന പോലെ ഭംഗിയുള്ള രീതിയിൽ, അത്ഭുതങ്ങളൊന്നുമില്ല. ഇപ്പം വലതുവശത്ത് വലയെറിയുന്ന പീറ്ററിനോട് വലയെറിയാൻ വലയെറിയുമ്പോൾ മീനുകളെ പിടിക്കുമ്പോൾ കടലിന് മീതെ നടക്കുന്നതും ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് ഒരു ഗ്രാഫിക്സിന്റെ സഹായമില്ലാതെ ഇമോഷണലി അനുഭവിക്കാൻ കഴിയും. അവിടെയാണ് സീരിയൽ വ്യത്യസ്തമാവുന്നത്. അപ്പം ആദ്യത്തെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് കണ്ടവരെല്ലാം വലിയ അഭിപ്രായം പറയുകയും രണ്ടാമത്തെ മൂന്നാമത്തെ എപ്പിസോഡ് വന്നിട്ട് ഒരു സ്വന്തമായി ആപ്പ് ഡെവലപ്പ് ചെയ്തു. അപ്പൊ സഹായിക്കാൻ കുറച്ച് ആൾക്കാർ വന്നു. അപ്പൊ ഇതെങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും?
അപ്പൊ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ എഴുതി, നോക്കൂ, ഞാൻ ഇങ്ങനെ ഒരു ആലോചനയിലാണ്, ഞാൻ ഇങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ടുണ്ട്, ആർക്കെങ്കിലും ഞങ്ങളെ സഹായിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ക്രൗഡ് ഫണ്ടിങ്ങിന് ഞങ്ങൾ ശ്രമം നടത്തുകയാണ്, അപ്പൊ അതുകൊണ്ട് ഞങ്ങളെ സഹായിക്കണം എന്ന് പറയുകയും അങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ക്രൗഡ് ഫണ്ടിങ് ഒഴുകി വരുന്നോണ്ടിരിക്കുകയാണ്. അങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ക്രൗഡ് ഫണ്ടിങ് ലഭിച്ച ഒരു എന്റർടൈൻമെന്റ് പ്രോജക്റ്റായി അത് മാറുകയാണ്. അതിന്റെ പേരാണ് ദ ചോസൺ. ഇപ്പം ഈ കഴിഞ്ഞ 2025 പിന്നെ സീരീസ് ഓഫ് ദി ഇയർ, ലോകത്തിലെ ഏറ്റവും മികച്ച വെബ് സീരീസ് ആയിട്ടുള്ള അതിന് അവാർഡ് കിട്ടി. കാണണ്ട കേട്ടോ. ജോൺ അബ്രഹാം ക്രൗഡ് ഫണ്ടിലൂടെയാണ് സിനിമ ചെയ്തത്. തീർച്ചയായിട്ടും നമ്മളിവിടുത്തെ ആളുകളൊക്കെ അത് ചെയ്തു കഴിഞ്ഞു. അപ്പൊ ഇതിന് ലോകോത്തരമായിട്ടുള്ള ഒരു ക്ലാസിക് ആയിട്ടുള്ള സിനിമ കൂടിയാണ് അല്ലെ. മറ്റു പല ആൾക്കാരും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇത് വലിയൊരു പുതിയ കാലത്തിൽ വന്നുകൊണ്ട് ദ ചോസൺ എന്ന് പറയുന്നത്, എന്റെ ഇളയ മോനാണ് ആദ്യം എനിക്ക് ചോസൺ കണ്ടിട്ട് എന്നോട് പറയുന്നത്. എത്ര വർഷം മുമ്പ്, 3-4 വർഷം മുമ്പ്, പപ്പച്ചി ഇത് കാണേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ കുട്ടികൾക്ക് എത്ര ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ട് ഞാനത് കാണുമ്പോഴല്ലോ, ഷാജി ഇമോഷൻ കൊണ്ട് അത്ഭുത പരതന്ത്രമാവും. എന്തൊരു ഡ്രാമയാണെന്നറിയോ. നമ്മളങ്ങോട്ട് ആരാധന ഉണ്ടായിപ്പോവും. അത് ഒരു വർക്ക് എന്ന നിലയ്ക്ക്, ഒരു ക്രിയേറ്റീവ് വർക്ക് എന്ന നിലയ്ക്കും കൂടി അസാമാന്യമായിട്ടുള്ള ഒരു സംഗതിയാണ് ഇത്. അപ്പോൾ ഇത് ക്രൗഡ് ഫണ്ടിങ്ങിന്റെ ഒരു വലിയ ഒരു സംഗതിയായിട്ട് ഡലാസ് ജെങ്കിൻസിന്റെ ഈ ഒരു വരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുമോ, അയാളുടെ ഒരു ഭാഗ്യവാനായി മാറിയതിന്റെ ഭാഗ്യം വന്നൊരു വഴി കണ്ടോ? ഭാഗ്യം ഒരു ബൈബിൾ വാക്യത്തിലൂടെ വന്നു. ബൈബിൾ വാക്യത്തിൽ വരാൻ കാരണം ഒരു കൂട്ടുകാരനായിരുന്നു. അതെ, ഈ കൂട്ടുകാരൻ ഈ നെറ്റ്വർക്ക് ഉള്ളതുകൊണ്ടാണ്. ആ നെറ്റ്വർക്കാണ് ഹിസ് നെറ്റ്വർക്ക് അല്ലേ. ഈ സിനിമാക്കാരുടെ ഇടയിൽ ഈ ഭാഗ്യം എന്ന് പറയുമ്പോഴേ വിജയിച്ചവന്റെ കൂടെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സിനിമ നിൽക്കുന്നത്. ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ ഈ സിനിമ മേഖലയിൽ ഏറ്റവും കൂടുതൽ അല്ല അതിൽ നിന്നൊരു പാട് ഉൾക്കൊള്ളാനോ വളരെ കുറച്ച് ആൾക്കാരെ അവരുടെ കഴിവിനെ ട്രസ്റ്റ് ചെയ്യുള്ളൂ. അതെ, പിന്നെ രക്ഷപ്പെടാൻ ഒത്തിരി പാടാം. അതെ അല്ല, ഈ സിനിമ മേഖലയിൽ പ്രത്യേകിച്ച്. ഈ രാജേഷ് പിള്ള പക്ഷേ അതിന് ജസ്റ്റ് ഓപ്പോസിറ്റ്. ആദ്യത്തെ സിനിമ പൊളിഞ്ഞ് പോയിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അതിനുശേഷം വൻ തിരിച്ചൊരു ട്രാഫിക്കിലൂടെ നടത്തിയ ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ ആ നെറ്റ്വർക്കിൽ അവർ നേടിയെടുത്ത വിശ്വാസമായിരിക്കും അവർ തിരിച്ചു കൊണ്ടുവരിക. ഗ്രേറ്റ് കംബാക്ക് എന്ന് പറയും. അതെ, സിനിമ പിന്നെ ഒരുപാട് പണം ഇൻവെസ്റ്റ് ചെയ്യേണ്ട ഒരു മേഖല ആയതുകൊണ്ടും വളരെ ഷോർട്ട് ടൈമിലുള്ള ഒരു ഗാംബ്ലിംഗ് പോലത്തെ ഒരു സാധനം ആയതുകൊണ്ടാണ് അങ്ങനെ പിന്നെ അതിന്റെ ബിസിനസ്. ഈ ബോബി സഞ്ജയ് എന്ന് പറഞ്ഞൊരു നെറ്റ്വർക്ക് ഉണ്ടായി. അതെ, പലതും ഉണ്ട്. ഞാൻ പറയുന്ന ഒരാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരാൾ നിൽക്കുമ്പോൾ അയാളുടെ ആ അടുത്ത പ്രോഡക്റ്റ് കച്ചവടം ചെയ്യാൻ വളരെ എളുപ്പമാണ്. അത് വാങ്ങാൻ ആള് വരും. അപ്പൊ അതുകൊണ്ട് അവരെ കുറ്റം പറയാൻ പറ്റില്ല. വിലയുള്ള ആളുകളുടെ പുറകെയായിരിക്കും എപ്പോഴും ആളുകൾ ഉണ്ടാവുക. സിനിമ ശരിക്കും സക്സസിന്റെ പുറകെ തന്നെയാണ്. സിനിമ എപ്പോഴും സക്സസിന്റെ പുറകെ തന്നെ. അതെ, തീർച്ചയായിട്ടും. അപ്പം ഭാഗ്യം പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളുടെ മൊത്തം തുക പാകപ്പെടുന്നവരെ കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. ഭാഗ്യം എന്നത് പലപ്പോഴും നാം ചെയ്യുന്ന പ്രവൃത്തികളുടെ മൊത്തം തുക പാകപ്പെടുന്നവരെ കാത്തിരിക്കുന്ന ഒരു ഘട്ടമാണ്. അപ്പൊ അത് പാകം ആകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കും. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അപ്പം പെട്ടെന്നുള്ള ഭാഗ്യം എന്ന മിഥ്യാധാരണയെ നമ്മൾ തിരുത്തുകയാണ്. ഈ ഇൻസ്റ്റന്റ് ലക്ക് എന്ന് പറയുന്നത് ശരിക്കും ഇല്ല, അല്ലെങ്കിൽ അതങ്ങനെ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ പോവാ നമ്മൾ. ഭാഗ്യം വരാൻ വൈകുന്നത് അത് വരാതിരിക്കുന്നതിന്റെ അടയാളമല്ല, മറിച്ച് അത് വലിയൊരു വിജയത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണ്. നമ്മൾ ബാമ്പുവിന്റെ കഥ പറഞ്ഞല്ലോ, ചൈനീസ് ബാമ്പുവിന്റെ കഥ പറഞ്ഞില്ലേ. ഭാഗ്യം വരാൻ വൈകുന്നത് വരാതിരിക്കുന്നതിന്റെ അടയാളമായിട്ട് കാണരുത്, മറിച്ച് അത് വലിയൊരു വിജയത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയായിട്ട് വേണം കരുതാൻ. ഈ നിശബ്ദരായിരിക്കുന്ന ചില മനുഷ്യരുണ്ടല്ലോ, അവരങ്ങനെ നിശബ്ദരായിരിക്കുന്ന മിണ്ടാതിരിക്കുന്നത് നോക്കണ്ട എന്ന് ചിലവരെ കുറിച്ച് പറയും. അവൻ എന്തോ പ്ലാൻ ചെയ്യുകയാണ് അല്ലെ, നിഗൂഢമായിട്ടുള്ള എന്തോ പരിപാടി പദ്ധതി ഉണ്ട് എന്നാണ്. അപ്പൊ സ്ഥിരത ഭാഗ്യത്തിന്റെ കാന്തമാണെന്ന് പറയും. കൺസിസ്റ്റൻസി ആസ് എ മാഗ്നറ്റ്. ഭാഗ്യം ഒരിക്കൽ വന്നു പോകുന്ന ഒന്നല്ല, സ്ഥിരമായി പരിശ്രമിക്കുന്നതിന്റെ കൂടെ കാന്തം പോലെ താമസിക്കും. അവന്റെ കൂടെയേ താമസിക്കൂ ഭാഗ്യം. പലരും ഭാഗ്യത്തിന്റെ പടിവാതിക്കൽ എത്തിയ ശേഷം ക്ഷമയില്ലാതെ മടങ്ങിപ്പോകുന്നത് നമ്മൾ സ്ഥിരമായി കാണാറുണ്ട്. കോമ്പൗണ്ട് എഫക്റ്റ് വീണ്ടും വീണ്ടും ആവർത്തിച്ചുകൊണ്ടിരിക്കും. കോമ്പൗണ്ട് എഫക്റ്റ്. ദിവസവും നിങ്ങൾ ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ കാലക്രമേണ കൂടിച്ചേർന്ന് വലിയ ഭാഗ്യമായി പൊട്ടിത്തെറിക്കുന്ന പോലെ വരും. ഇതിനെയാണ് ഓവർനൈറ്റ് സക്സസ് എന്ന് പറയുന്നത്. അവനൊരു നേരം വിളക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് വലിയ പണക്കാരനായെന്ന്, കാശുകാരനായെന്ന് പറയും. എന്നാൽ അതിന്റെ പിന്നിൽ വർഷങ്ങളുടെ സ്ഥിരതയുണ്ടാവും അല്ലേ. പെട്ടെന്ന് എങ്ങനെ നടത്തില്ല, അവന് നിധി കിട്ടിയെന്ന് തോന്നൂട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിച്ച് പൈസ ഉണ്ടാക്കി എന്ന് പറയും. കള്ളപ്പണം എന്ന് പറയും. ഇത് ഏതെങ്കിലും സാധനം 100,000 കഥകളും അതിന്റെ പിന്നാലെ ഓവർനൈറ്റ് സക്സസ് ആണ്. അപ്പം സഹനം എന്നാൽ സജീവമായ കാത്തിരിപ്പാണ്. ആക്റ്റീവ് പേഷ്യൻസ്. സഹനം, സഹിച്ചിരിക്കുകയാണ് ഇത് റിസൾട്ടിന് വേണ്ടിയിട്ട്. വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ സഹനത്തിൽ തന്നെ 2 തരത്തിലുണ്ട്. നിഷ്ക്രിയ സഹനമുണ്ട്,
ഒട്ടും ആക്റ്റീവ് അല്ലാത്ത സഹനമുണ്ട്. ഒന്നും ചെയ്യാതെ ഭാഗ്യം വരും എന്ന് കരുതി ഇരിക്കുക എന്നതാണ്. അത് നിങ്ങളെ പരാജയപ്പെടുത്തും. സജീവമായ സഹനം എന്താണ്? ഫലം വരുന്നതുവരെ നിങ്ങളുടെ ഏറ്റവും മികച്ച പ്രവർത്തനം തുടരുക തന്നെ ചെയ്യും. ഫലം വരുന്നതുവരെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളെ തിരഞ്ഞു വരുമ്പോൾ നിങ്ങൾ ജോലിയിലായിരിക്കണം. ഐ ആം ബിസി, ഞാൻ ബിസിയാണ്. ഹലോ, ഞാൻ ഭാഗ്യമാണ്, സോറി മാൻ, ഞാൻ ബിസിയാണ് കേട്ടോ. ഹലോ ചേട്ടാ, നിങ്ങള് ഒരാളെ അന്വേഷിച്ച് വന്നിട്ടുണ്ട്, ആരത്? ഭാഗ്യം എന്ന് പറയും. ഇല്ല, ഞാൻ ബിസിയാന്ന് പറഞ്ഞേക്ക്. ഇതാണ് ഭാഗ്യശാലികളുടെ. നമ്മുടെ മുമ്പിൽ ഇതുപോലെ കുറെ ആൾക്കാർ പ്രോട്ടോടൈപ്പ് ഉണ്ടായിക്കൊണ്ട് വന്നിട്ടുണ്ടല്ലോ. ഉണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ അധ്വാനിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസം തന്നെ ഞാനും റോബിൻജിയുടെ ഒരാളെ കണ്ടു. അപ്പൊ അതേ ഒരു 60-65 ലക്ഷം രൂപ ചെലവാക്കിയിട്ട് ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി വെച്ചിട്ട് കാത്തിരിക്കുകയാണ്. വാഹനം പേറ്റന്റ് എടുത്ത് എല്ലാം ചെയ്തു. അപ്പൊ അത് നമുക്കത് പുറത്തേക്ക് പറയാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് പറയുന്നത് മാത്രം. കൃത്യമായ സഹായം കിട്ടിയ ആള് അലൈൻ ചെയ്ത് എത്തേണ്ടടുത്ത് എത്തിക്കഴിഞ്ഞാൽ അയാൾ മില്യനറാണ്. ആ നെറ്റ്വർക്ക് അലൈൻമെന്റിന് വേണ്ടി മാത്രം വെയിറ്റ് ചെയ്യും. അലൈൻമെന്റിന് വേണ്ടി മാത്രമാണ്. അപ്പൊ അത് സതീഷിന് പെട്ടെന്ന് മനസ്സിലായി ഈ സാധ്യത. എന്നോട് പറഞ്ഞു, റോജോടെ ഇത് വലിയൊരു സംഭവട്ടോ, അയ്യോ അത് ഇയാളുടെ കണ്ണിപ്പെടുകയും ചെയ്യും. അങ്ങനത്തെ ആളുകൾ ഇയാളെ വിളിക്കും. അതാണ് നമ്മൾ അവരെ പോയി മീറ്റ് ചെയ്യുകയും ചെയ്തിട്ട് ഞങ്ങൾ ആകെ എന്താ പറയാ, ഈ ഒരു വാഹന നിർമ്മാണ കമ്പനി പോലും അവരുടെ ഒരു റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിൽ ചെയ്യേണ്ട കാര്യമാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഒറ്റയ്ക്ക് അതാണ് ഒരു എഞ്ചിനീയർ ഒറ്റയ്ക്ക്. ഇപ്പൊ ലംബോർഗിനി കാറ് ഒരാൾ സ്വന്തം നിർമ്മിച്ചു കണ്ടില്ലേ, കാഞ്ഞങ്ങാടുകാരൻ. ലംബോർഗിനി കാർ ഒറ്റയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ. അങ്ങനെയുണ്ട്. അപ്പോൾ ഉയർന്ന നിലവാരമുള്ള പ്രകടനം വെക്കുന്നവർ എങ്ങനെയാണ് സഹനം പരിശീലിക്കുന്നത്? ദീർഘകാല കാഴ്ചപ്പാടുണ്ടാവും, ലോങ് ടൈം വിഷൻ ഉണ്ടാവും. ഒരു തിരിച്ചടി ഉണ്ടാവുമ്പോൾ തളരാതെ ലക്ഷ്യത്തിലേക്ക് നോക്കി മുന്നോട്ട് പോകാൻ ഇവർക്ക് കഴിയും. വിശ്വാസ്യതയുണ്ട്. വിശ്വാസ്യത ഇടക്കിടക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. സ്ഥിരതയുള്ള ഒരാളെ ലോകം വിശ്വസിക്കും. ഇയാൾ എപ്പോഴും ഇവിടെ ഉണ്ടാകും, ഇയാൾ വിശ്വസ്തനാണ് എന്ന ബോധം ആളുകളിൽ ഉണ്ടാകുമ്പോൾ വലിയ അവസരങ്ങൾ തേടി നിങ്ങളെ വരും. ഇയാൾ ഇവിടെ തന്നെ ഉണ്ടാവും. കൺസിസ്റ്റൻസി ഉണ്ട്. ഇയാൾ എവിടെയും പോകില്ല. ഇയാൾ വിശ്വസ്തനാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വിശ്വസ്തതയ്ക്ക് ഭാഗ്യവുമായി അത്രമേൽ ബന്ധമുണ്ട് എന്നാണ്. സ്ഥിരത നിലനിർത്താനുള്ള 3 മാർഗങ്ങൾ: പ്രവൃത്തിയെ സ്നേഹിക്കുക, പ്രോസസ്സിനെ സ്നേഹിക്കുക, ഫലത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കാതെ ഓരോ ദിവസത്തെയും ജോലി ഡിവൈഡ് ചെയ്തിട്ട് അതിന് മാത്രം ചെയ്തു തീർക്കുക, ആസ്വദിച്ച് ചെയ്യുക എന്നുള്ളതാണ്. പാഷനേറ്റ് ആയിട്ട് ചെയ്യുക. ചെറിയ നാഴികക്കല്ലുകൾ ആഘോഷിക്കുക. കൊച്ചു വിജയങ്ങൾ ആഘോഷിക്കുക. വലിയ ഭാഗ്യം വരുന്നത് വളരെ ചെറിയ വിജയങ്ങളിൽ സന്തോഷം കണ്ടെത്തുക എന്നതാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വായിച്ചിട്ടുള്ള ഏറ്റവും ഈ അടുത്ത കാലത്ത് വായിച്ചിട്ടുള്ള അന്തം വിട്ട് അമ്പരന്നമായിട്ടുള്ള ജീവിതകഥയാണ് ഇലോൺ മസ്കിൻ്റെത്. ഇലോൺ മസ്കിന്റെ ജീവിതകഥ വായിക്കേണ്ടതാണ് കേട്ടോ. അതിനകത്ത് അയാളെ കുറിച്ചുള്ള ഏറ്റവും എനിക്ക് അത്ഭുതം തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, അയാൾ പല ജോലികൾ ചെയ്തിട്ട് അയാൾ സ്പേസ് എക്സ് സ്ഥാപിച്ച് നാസയിൽ നിന്നും വാടകയ്ക്കെടുത്ത സ്ഥലത്ത് റോക്കറ്റ് വിക്ഷേപണം നടത്താൻ വേണ്ടിയിട്ട് നടത്തി. എഞ്ചിനീയർമാരെല്ലാം തയ്യാറെടുത്തിട്ട് 5 തവണ പരാജയപ്പെട്ടു. ഉള്ളത് മുഴുവൻ മില്യൺ കണക്കിനാണ് നശിച്ച് കത്തിപ്പോയത്. 6ാമത്തെ തവണ ഇയാൾ റോക്കറ്റ് വിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഈ 5ാമത്തെ തവണ പരാജയപ്പെട്ടു വന്നപ്പോൾ ചക്കടാച്ചി കാറിലല്ല വരിക, ചെറിയ സ്വന്തം ഫ്ലൈറ്റില്, ചക്കടാച്ചി ഫ്ലൈറ്റ്, കട ഫ്ലൈറ്റാണ്. ആ ഫ്ലൈറ്റിൽ വന്നിറങ്ങിയിട്ട് ബിയർ ബോട്ടിൽ നിറച്ച് കേസ് കണക്കിന് ബിയർ ബോട്ടിലായിട്ട് വന്നിറങ്ങിയിട്ട് ഈ കത്തിപ്പോയ സാധനം 5 എണ്ണം കത്തിപ്പോയിട്ട് 5ാമത്തെ താഴെ വീഴുമ്പം ഇയാൾ പറഞ്ഞു, ലെറ്റ് us സെലിബ്രേറ്റ് ചെയ്യാനാ പറഞ്ഞത്. എങ്ങനെ? ഇത് നമ്മൾ ആഘോഷിക്കാന്ന്. നേരെ വന്നിട്ട് ബിയറൊക്കെ പൊട്ടിച്ചിട്ട് പിറ്റേ ദിവസം അടുത്തത് പണി തുടങ്ങാനാ പറയുന്നത്. മനസ്സിലായില്ലേ? അങ്ങനെ പണി തുടങ്ങി ചെറിയ നാഴികക്കല്ലുകൾ, പരാജയങ്ങൾ ആഘോഷിച്ച മനുഷ്യൻ, നാസയുടെ സ്ഥലത്ത് വാടകയ്ക്ക് നിന്നിരുന്ന മനുഷ്യൻ, ലോക ചരിത്രത്തിൽ ആദ്യമായി സ്വകാര്യ ഒരു കമ്പനി ലോക ചരിത്രത്തിൽ ആദ്യമായി 6ാമത്തെ തവണ മുകളിലേക്ക് റോക്കറ്റ് കത്തിച്ചു വിട്ടു, സക്സസ് ആയി. ഇന്ന് ഇലോൺ മസ്കിന്റെ കഥ ആരോടെങ്കിലും പറഞ്ഞു കൊടുക്കണോ? വേണ്ടല്ലോ. ഇന്ന് നാസ ഏൽപ്പിച്ചിരിക്കുന്ന അയാളെയാണ്. ഇന്ന് നാസ അയാളെ ആശ്രയിച്ചാണ് കഴിയുന്നത്, അല്ലേ? അപ്പൊ മാത്രമല്ല, ലോകത്തിന്റെ പല രാജ്യങ്ങളും ഇന്റർനെറ്റിന്റെ കാര്യത്തിലാണെങ്കിലും ഒക്കെ. അപ്പം പരാജയങ്ങളെ, അപ്പൊ ആഘോഷം അപ്പോഴും പരാജയപ്പെടുമ്പോഴും അത് ആഘോഷിക്കുകയാണ്. എന്തൊരു മനസ്സാന്ന് ആലോചിച്ച് നോക്കൂ. വല്ലാത്തൊരു മൂർച്ചയുള്ള മനസ്സല്ലേ? അപ്പൊ പരാജയങ്ങളെ വളർച്ചയായി കാണുക. വഴിയിൽ തടസ്സങ്ങൾ വരുമ്പോൾ ഭാഗ്യമില്ല എന്ന് പറയുന്നതിന് പകരം ഇതൊരു പരീക്ഷണമല്ലേ എന്ന് ചോദിക്കുക. ഇതെന്നെ ഒന്ന് പരീക്ഷിക്കാൻ വന്നു, ഇതൊരു ചെറിയ പണിയാണല്ലോ, നോക്കാം എന്ന് പറയും. നമ്മുടെ നാട്ടിൻപുറത്ത് ചില ആളുകളൊക്കെ പറയുന്നത് കേട്ടിട്ടില്ലേ? എന്നാലും നോക്കാം, നീ വാ എന്ന് പറയും. അപ്പൊ ഇതിന്റെ സാരം എന്താന്ന് ചോദിച്ചാൽ, ഭാഗ്യം എന്നത് കാത്തിരിക്കാൻ തയ്യാറുള്ളവന് പ്രകൃതി നൽകുന്ന സമ്മാനമാണ്. വെയിറ്റ് ചെയ്യുന്നവന്.
നിങ്ങൾ എത്രത്തോളം സമയം കളത്തിൽ നിൽക്കുന്നുവോ അത്രത്തോളം ഭാഗ്യം നിങ്ങളുടെ പക്ഷത്ത് വരാൻ സാധ്യതയുണ്ട്. കളിക്കളത്തിൽ നിങ്ങൾ എത്രത്തോളം സമയം നിൽക്കുന്നു അത്രത്തോളം സമയം നിങ്ങളുടെ ഭാഗത്തേക്ക് അത് വരും എന്നാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ അടുത്ത ഭാഗ്യത്തിന്റെ മറ്റൊരു ലെവലിലേക്ക് കിടക്കുമ്പോൾ സ്വന്തം ഭാഗ്യം സ്വയം നിർമ്മിക്കുക എന്നാണ്. സ്വന്തം ഭാഗ്യം സ്വയം നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? ഇതിന്റെ സന്ദേശം ലളിതവും എന്നാൽ വിപ്ലവകരവുമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ശില്പിയാണ്. നിങ്ങളാണ് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ ശില്പി. ലോകം നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിനേക്കാൾ നിങ്ങൾ ലോകത്തെ എങ്ങോട്ട് നയിക്കുന്നു എന്നതിലാണ് നിങ്ങളുടെ ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. ലോകം നിങ്ങളെ എങ്ങോട്ട് നയിക്കുന്നതല്ല, ഷാജിയെ ജോണിനെയും സതീഷ് സജീവിനെയും എങ്ങോട്ട് ലോകം കൊണ്ടുപോകുന്നു എന്നുള്ളതല്ല, നിങ്ങൾ രണ്ടുപേരും ലോകത്തെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്, എങ്ങോട്ട് നയിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. അതിലാണ് ഭാഗ്യം ഒളിഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്താണ് നിങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നതിനനുസരിച്ചിരിക്കും. നിയന്ത്രണം നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ ഭാഗ്യത്തിന്റെ നിയന്ത്രണം. മനഃശാസ്ത്രത്തിൽ ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്നാണ് ഇതിനെ വിളിക്കുക. ഇന്റേണൽ ലോക്കസ് ഓഫ് കൺട്രോൾ എന്ന് വിളിക്കും. ഇതൊരു അവസ്ഥയാണ് കേട്ടോ. അതായത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളുടെ ഉത്തരവാദിത്വം തനിക്ക് തന്നെയാണ് എന്ന് വിശ്വസിക്കുന്ന രീതിയാണ്. അല്ലാണ്ട് ഇതിന് ബ്ലെയിമിങ് ഇല്ല, മറ്റൊരാളെ ബ്ലെയിം ചെയ്യുന്ന പരിപാടിയേ ഇല്ല, ആരോപിക്കില്ല. ഇതിന്റെ ഉത്തരവാദിത്വം ഞാൻ തന്നെയാണ് അതിന് ഉത്തരവാദി. അപ്പൊ നിർഭാഗ്യവാന്മാർ എന്താ ചെയ്യുക? ഇവരെപ്പോഴും പുറത്തുള്ള കാര്യങ്ങളെ, സാമ്പത്തിക മാന്ദ്യം, കുടുംബം, വിധി, കാറ്റ്, വെയില്, മഴ എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തും. ഇതൊക്കെ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഭാഗ്യവാന്മാര് സാഹചര്യം എന്ത് തന്നെയായാലും ഇനി എനിക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ചിന്തിക്കുന്നു. ഈ ഉത്തരവാദിത്വ ബോധമാണ് ഭാഗ്യത്തിലേക്കുള്ള അവരുടെ ആദ്യത്തെ ചവിട്ടുപടി എന്ന് പറയുന്നത്. ഭാഗ്യത്തിന്റെ ഒരു മാസ്റ്റർ ഫോർമുല നോക്കാം. ആ സമവാക്യം ഇതാണ്: പോസിറ്റീവായ ചിന്തയുടെ വിത്തുകൾ പാകുക. അതാണ് സമവാക്യങ്ങളിൽ ഒന്ന്. അവയ്ക്ക് ദിവസവും ഡിസിപ്ലിൻ എന്ന വെള്ളം ഒഴിക്കുക. ഡിസിപ്ലിൻ എന്ന വെള്ളം അതിൽ കുഴിച്ചുകൊണ്ടിരിക്കുക. എത്തിച്ചേരേണ്ട, സഞ്ചരിക്കേണ്ട ശരിയായ ദിശ തിരഞ്ഞെടുക്കുക. പോകേണ്ട സ്ഥലം തിരഞ്ഞെടുക്കുക. ഏത് ഏരിയയിലേക്കാണ് പോകേണ്ടത്, ഗോള് സെറ്റ് ചെയ്യുക. തുടർന്ന് വേഗത്തിലും ധൈര്യത്തോടെയും പ്രവർത്തിക്കുക. വേഗം വേണം, സ്പീഡ് വേണം, ധൈര്യവും വേണം. ഈ 4 ഘടകങ്ങളും ചേരുമ്പോൾ ഭാഗ്യം എന്ന ഫലം അനിവാര്യമായി വന്നു ചേരും. ഉറപ്പായിട്ടും വന്നു ചേരും. ഇരവാദത്തിൽ നിന്ന് നായകത്വത്തിലേക്ക്, വിക്ടിം ടു ഹീറോ, നായകത്തിലേക്ക് കടക്കാനുള്ള, ഇരവാദം നിർത്തിയിട്ട് നായകനാവുക. നമ്മുടെ ജീവിതകഥയിലെ നായകൻ നമ്മൾ തന്നെയാണ്. ഒരു ഇരയായി ജീവിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യം വരാനായി കാത്തിരിക്കുകയാണ്, ഭാഗ്യത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു നായകനായി ജീവിക്കുമ്പോൾ നിങ്ങൾ അവസരങ്ങളെ തേടിപ്പോവുകയും തടസ്സങ്ങളെ ചവിട്ടുപടികളാക്കുകയും ചെയ്യുന്നു. സ്വന്തം ഭാഗ്യം നിർമ്മിക്കുക എന്നാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ തിരക്കഥ സ്വയം എഴുതുക എന്നതാണ്. ഇങ്ങനെ സ്വയം ജീവിതത്തിന്റെ തിരക്കഥ എഴുതിയവരാണ് നമുക്ക് ചുറ്റുമുള്ള വലിയ ആളുകളൊക്കെ. എല്ലാ ഭാഗ്യവന്മാരും. ഇപ്പൊ ലോകത്തിലെ ഏറ്റവും വലിയ എഴുത്തുകാരിൽ ഒരാളാണല്ലോ ഹെമിംഗ്വേ. കിഴവനും കടലും പോലുള്ള വലിയ വിശ്രുത ഗ്രന്ഥങ്ങൾ എഴുതി. അത് എഴുതിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ആഭ്യന്തര യുദ്ധം പ്രഖ്യാപിച്ചു. വാർഫീൽഡിലേക്ക് ആ യുദ്ധത്തിന് പട്ടാളക്കാർ പുറപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ എന്താ ചെയ്യുന്നറിയോ? എഴുത്തിവിടെ നിർത്തി വെച്ചിട്ട് ഉടനെ കുപ്പ എടുത്തിട്ട് തോക്ക് കൊടുത്ത് നേരെ പോയി പട്ടാളത്തിന്റെ കൂടെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ മോഹൻലാലൊക്കെ പോയില്ലേ, നമ്മുടെ സിനിമാ താരങ്ങളൊക്കെ പലരും അവരെ ഒന്ന് എനർജൈസ് ചെയ്യാൻ വേണ്ടി പോകുമല്ലോ. അതുപോലെ മാത്രമല്ല പോയത്, നേരെ യുദ്ധം ചെയ്യാനാണ് പോയത്. പുള്ളി യുദ്ധത്തിന്റെ കൂടെ ചെയ്തു. എന്നിട്ട് പിന്നെ പുള്ളി തിരിച്ചു വന്നിട്ട് വീണ്ടും നോവൽ എഴുതി പൂർത്തിയാക്കുന്നു. ടെറിട്ടോറിയൽ ആർമിയിലാണ്. അതെ, അത് നല്ല തന്നെ, തീർച്ചയായും ശ്ലാഘനീയമാണ്. ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ചില നായകന്മാരുണ്ട്, മനസ്സിലായില്ലേ? നെടുനായകത്വം എന്നൊക്കെ പറഞ്ഞ അതിനാണ്. അപ്പം ഈ പ്രോആക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഇവർക്കുണ്ടാവും. ഭാഗ്യം വരാൻ കാത്തു നിൽക്കാതെ ആവശ്യമായ കാര്യങ്ങൾക്കായി സംസാരിക്കാനും ആവശ്യപ്പെടാനുമുള്ള കഴിവ് വളർത്തിയെടുക്കുന്ന, ആസ്ക് ഫോർ വാട്ട് യു വാണ്ട്, തനിക്കെന്താണ് വേണ്ടത് അത് ചോദിച്ചെടുക്കാനുള്ള ഒരു കഴിവ് അവർ വളർത്തിയെടുക്കും. സെൽഫ് ലീഡർഷിപ്പ് ഉണ്ട്. മറ്റുള്ളവർ നിങ്ങളെ നയിക്കുന്നതിന് പകരം നിങ്ങളുടെ മൂല്യങ്ങൾക്കും ലക്ഷ്യങ്ങൾക്കും അനുസരിച്ച് സ്വയം നയിക്കുകയും ഇത്തരക്കാരെയാണ് എപ്പോഴും ഭാഗ്യം പിന്തുടരുന്നത്. ഭാഗ്യം നിർമ്മിക്കാനുള്ള പ്രായോഗികമായ ചില ചൂടുകൾ പറയാം. ബ്ലെയിമിങ് നിർത്തുക. പരാജയങ്ങൾക്ക് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തുന്നത് ഇന്ന് മുതൽ അവസാനിപ്പിക്കണം. ചെറുതായിട്ട് തുടങ്ങുക. ഇന്ന് തന്നെ നിങ്ങളുടെ മോശം ശീലം മാറ്റി ഒരു നല്ല ശീലമെങ്കിലും തുടങ്ങുക. മോശം ശീലങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. അതിന് പകരം അതൊരു നല്ല ശീലം തുടങ്ങുക. അല്ലെങ്കിൽ ആ നല്ല ശീലത്തിലെ ഒരു പടി ഒന്ന് മുന്നോട്ട് വെക്കുക. ലക്ഷ്യബോധം ഉണ്ടാവുക. എവിടേക്കാണ് പോകേണ്ടതെന്ന് വ്യക്തതയുള്ളവർക്ക് മാത്രമേ വഴിയിലെ ഭാഗ്യങ്ങൾ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. സാരം ഇതാണ്: ഭാഗ്യം എന്നത് കണ്ടെത്തേണ്ട ഒന്നല്ല. മറിച്ച് ദിവസേനയുള്ള നമ്മുടെ പ്രവർത്തികളുടെ നിർമ്മിച്ചെടുക്കേണ്ട ഒന്നാണ്.
ഡെയിലി നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിലൂടെ നിർമ്മിച്ചെടുക്കേണ്ട ഒന്നാണ് ഭാഗ്യം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ കൈകളിലാണെന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ മനുഷ്യനായി മാറുന്നു. നിങ്ങളുടെ ഭാഗ്യം, അത് പറയുമ്പോൾ തന്നെ എനിക്കൊരു ഊർജ്ജമുണ്ട്. നമ്മുടെ കയ്യിൽ തന്നെ. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്ന നിമിഷം ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാനായ ആളായിട്ട് നിങ്ങൾ മാറും. അങ്ങനെയാണ് എന്ന് പറയുന്ന പോലെ, തത്വമസി എന്ന് പറയുന്ന പോലെ. തത്വമസി അത് നീയാണ്, അത് നീയാണ്, ഭാഗ്യം നീയാണ്. അതെ. ഭാഗ്യത്തിനെ കുറിച്ച് പറയാൻ ഒരു വളർത്തു കുതിര കാട് കയറിയ ഒരു കഥയുണ്ട്. ഭാഗ്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമാണ്. വീട്ടിൽ വളർത്തിയ ഒരു കുതിര കാട് കയറിയ മനോഹരമായ ആ കഥ അടുത്ത എപ്പിസോഡ്.